കനവിൽ കണ്ട കാഴ്ചകൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ അത് മനോഹരമായ കവിതയായി മാറി. വടക്കേക്കാട് സ്വദേശി കൂർക്കപ്പറമ്പിൽ നജീബാണ് താൻ കണ്ട സ്വപ്നം മനോഹരമായ കവിതയാക്കി മാറ്റിയത്. ഇസ്മായിലിന്റെ ആടുകൾ എന്നാണ് കവിതയുടെ പേര്. കവി ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് കവിതയുടെ പിറവി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷവും യുദ്ധവും കെടുതികളുടെ രൂക്ഷതയുമാണ് ലളിതസുന്ദരമായ കവിതയ്ക്ക് ആധാരം. മുൻദിവസങ്ങളിൽ താൻ ചിന്തിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിന് നിദാനം. കമ്പിവേലികളുള്ള തന്റെ തൊടിയിലേക്ക് ഇസ്മായിലിന്റെ 2 ആടുകൾ പുല്ല് തേടി വന്നു എന്ന് തുടങ്ങുന്ന കാവ്യത്തിൽ അവയെ കെട്ടിയിട്ടതും കുഴിയിൽ വീണതും അത്താഴമേശയിൽ വിരുന്നൊരുക്കിയതുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ഉറക്കത്തിലായിരുന്നുവെങ്കിലും ആടുകളുടെ നിറവും അത് മുൾവേലി കടക്കാനെടുത്ത പ്രയാസവും നേരിൽ കണ്ട പ്രതീതിയിലായിരുന്നു നജീബിന്റെ കവിതാരചന. ആ കവിത എഴുതുവാൻ കാരണമായത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ ഒരു മുൾവേലി പൊളിച്ച് ഒരു ആട് വളരെ പ്രയാസപ്പെട്ട് ഒരു തൊടിയിൽ നിന്നും മറ്റൊരു തൊടിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ രംഗമാണ് ഞാൻ കണ്ടത്. ആ സ്വപ്നം വളരെ വിവിഡായിരുന്നു. ആ ആടിൻ്റെ കളറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ വ്യക്തമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഞാൻ ഉറക്കമെണീക്കുകയും പിന്നീട് ഞാൻ എഴുതുകയും ചെയ്ത കവിതയാണ് ഇസ്മായിലിന്റെ ആടുകൾ. ഇസ്മായിലിന്റെ ആടുകൾ എന്ന കവിത പിന്നീട് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കുകയും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. കമ്പിവേലികളുള്ള എൻ്റെ തൊടിയിലേക്ക് ഇസ്മായിലിന്റെ 2 ആടുകൾ പുല്ലു തേടി വന്നു. അവയെ ഞാൻ മുരിക്കിൻ മരത്തിൽ കെട്ടിയിട്ടു. അവയെ തേടി ആദ്യമെത്തിയ ഇസ്മായിലിന്റെ പെങ്ങൾ ഐഷയെ നാരകമരത്തിലും പിന്നീടെത്തിയ അവനെ ഈന്തപ്പന മരത്തിലും കെട്ടിയിട്ടു. അവൻ്റെ വാപ്പയും ഉമ്മയും അവർക്കു വേണ്ടി ഞാൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണു. ഉടനെ ജർമ്മനിയിൽ താമസിച്ചിരുന്ന റബേക്ക അമ്മായിക്ക് ഞാൻ ഫോൺ ചെയ്തു. അമ്മായി കുടുംബത്തോടെ വന്ന് ഇസ്മായിലിന്റെ വീട്ടിൽ താമസം തുടങ്ങി. അവരുടെ ഒലീവ് മരങ്ങളെ കടയോടെ പിഴുത് അവരുടെ തന്നെ വെളുത്ത ഒരിനം മാടപ്രാവുകളെ ചുട്ടുകൊന്ന് അമ്മായി അവസാനമില്ലാത്ത അത്താഴമേശയിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ഞാനതിൽ പങ്കെടുത്തിട്ട് വരാം. അതെ, നിന്റെ മുറിവുകളിൽ നിന്ന് തന്നെയാണ് രക്തഗന്ധമുള്ള എന്റെ രാജ്യത്തിന്റെ ഭൂപടം പരന്ന് പടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിലാപത്തിലും ആത്മനൊമ്പരത്തിലുമാണ് CCTV ന്യൂസ് കോർഡിനേറ്റർ കൂടിയായ നജീബ് റസലിന്റെ കവിത അവസാനിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, CCTV.